ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാനും ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കുവാനും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ഇതുവരെയുള്ള സമയങ്ങൾ നാം ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വലിയനായ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകി താൻ ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് അവസാനിക്കുമ്പോൾ വലിയൊരു സാക്ഷ്യം നാം കേട്ടു. ഇവനിലൊരു കുറ്റവും ഇല്ല. ഇത് പറഞ്ഞത് ശിഷ്യന്മാരാരുമല്ല. ശിഷ്യന്മാരിൽ ഒരുവനും അത് പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. സാധാരണഗതിയിൽ കൂടെയുള്ളവർ തങ്ങളുടെ നേതാവിനെക്കുറിച്ച് നല്ലത് പറയുകയും പ്രതിപക്ഷത്തുള്ളവർ ഏറ്റവും നിശിതമായി വിമർശിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കർത്താവിനെ ക്രൂശിച്ചവരാണ് ഇവൻ വാസ്തവത്തിൽ നീതിമാൻ ആയിരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ കുറിച്ച് പഠിക്കുന്നത്, അന്വേഷിക്കുന്നത്, ഗ്രഹിക്കുന്നത്, ആരായിരുന്നു ഈ യേശു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും അഭിമാന്യമായ കാര്യമാണ്. ലോകം ഇന്ന് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. പല മതവിഭാഗങ്ങളും മശിഹ എന്നുള്ള നിലയിൽ തന്നെ വരും, മശിഹ വരും. അവർ വന്നതായ മശിഹയെ വിശ്വസിക്കാതെ ഒരു പുതിയ മശിഹയ്ക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ മതവിഭാഗങ്ങൾക്കും തങ്ങൾക്കൊരു രക്ഷകനെ വേണം. അതിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? രക്ഷകനെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം കാത്തിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം നമ്മുടെ ലോകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്നും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെ അറിഞ്ഞിട്ടും അറിയാതെ വളരെ ദുഷ്കരമായ രീതിയിൽ അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളിലും മതങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്നു. സത്യ തൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കും. അത് കഴിഞ്ഞിട്ടാണ് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞത്, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. അതുകൊണ്ട് സത്യതൽപരരായിരിക്കുക എന്നുള്ളത് ഒരു സുബോധമുള്ള മനുഷ്യനെ സംബന്ധിച്ച്, ഒരു നോർമൽ മാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത്യാവശ്യം ബുദ്ധിയും ബോധവുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനിലുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകതയാണ് സത്യാന്വേഷി ആയിരിക്കുക. കർത്താവ് അത് വെച്ചിട്ടായിരിക്കാം പറഞ്ഞത്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ആ സത്യത്തെ അറിയുവാനുള്ള ആഗ്രഹവും അന്വേഷണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യം നമുക്ക് വെളിപ്പെട്ട് വരും. ആ നിലയിൽ നമുക്ക് കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ അതിൻ്റെ വലിയൊരു ലക്ഷണമാണ്. ഇന്ന് ശേഷിക്കുന്ന അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നാം ആദ്യ പ്രാവശ്യം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിൽ നിഷ്ഫലന്മാരായിരിക്കില്ല എന്ന് പറഞ്ഞ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷം
കർത്താവായ യേശുക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾക്കുള്ള ധർമ്മം, ഉത്തരവാദിത്വം നിർവഹിക്കുവാനുണ്ട്. അതിനുള്ള പ്രത്യേക കൃപാവരങ്ങളാൽ നമ്മെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതിനോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള സത്യം നാം അവിടെ കാണുകയുണ്ടായി. ഇന്ന് നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ വേറൊരു സാദൃശ്യം അവിടെ പറയുന്നുണ്ട്. 15-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും ഞാൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനോ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. കർത്താവ് ഓരോ സത്യങ്ങളും പഠിപ്പിക്കാനായിട്ട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർ എന്നും കണ്ടു പരിചയിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഉദാഹരണമാക്കിയാണ് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നം തോന്നാം. ഈ മുന്തിരി കൃഷി നമ്മളങ്ങനെ ചെയ്യാറില്ല. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ബാല്യമായിരുന്ന സമയത്ത്, ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പന്തലിട്ട് ഒരു മുന്തിരിവള്ളി, കാരണം അന്ന് ഞങ്ങൾ ഈ ഗൂഡല്ലൂർ, നിലമ്പൂർ ഭാഗത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഗൂഡല്ലൂർ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് കാണാം, മുന്തിരിവള്ളിയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ഞങ്ങളുടെ ഒരു വളരെ അടുപ്പമുള്ള ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്ന് അത് നട്ട് അത് പന്തലിലൊക്കെ കയറി വളരെ നാളുകൾ അതങ്ങനെ നിന്നു. പക്ഷേ കായ്ച്ചില്ല. കാരണം എന്താ? കാലാവസ്ഥ വ്യത്യാസമായിരുന്നതുകൊണ്ട്. അന്നാണ് ആദ്യമായിട്ട് ഈ മുന്തിരിവള്ളിയുടെ ആ പ്രത്യേകതയെല്ലാം കാണുവാനിട വന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ കാണാം. എന്നാൽ ഇവിടെ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഈ മുന്തിരിവള്ളിയും മുന്തിരി കൃഷിയുടെ പരിപാലനത്തിൻ്റെ സ്വഭാവത്തെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിനോട് ഉപമിച്ചുകൊണ്ട് നാമും കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ സജീവത്വവും അതുപോലെ തന്നെ നാം ഫലമുള്ളവരായിത്തീരണം, യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടതുകൊണ്ടുണ്ടായിരിക്കേണ്ട ചില ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടേ മതിയാകുകയുള്ളൂ. ആ നിലയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നോക്കുക, ഈ മുന്തിരിവള്ളിയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ തോട്ടക്കാരനാരാ? പിതാവാണ്, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മളൊക്കെ കൃഷിക്കാരാ. നമ്മുടെ കൃഷി രീതികളിൽ ഒരുപാട് പരാജയങ്ങളും പരിമിതികളും ഉണ്ടല്ലേ. നമുക്ക് വലിയ പിടിയൊന്നും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കൃഷി കാര്യങ്ങളിൽ. എന്നാൽ ഇവിടെ പറയുന്ന ഈ തോട്ടക്കാരൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വൃക്ഷ ലതാദികളെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. അവൻ വെറുതെ ഒന്നും നട്ടിട്ടില്ല. ഈ ഭൂമിയിലെ കേരളക്കാരായ നമുക്ക് ഒരു വലിയ ഭാഗ്യമുള്ളത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങൾ കൊണ്ട് നമ്മുടെ കേരളം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്, ഇതെന്തിനുള്ളതാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ, അല്ലെങ്കിൽ ഈ ദൈവം നട്ടു വളർത്തിയിരിക്കുന്ന ഈ ചെടികളെക്കുറിച്ച് നമുക്ക് പരിമിതമായ അറിവേ ഉള്ളൂ എന്നുള്ളൊരു വലിയ നഷ്ടമാണ്.
സ്കൂളിലും നമ്മെ അത് പഠിപ്പിക്കാറില്ല. എന്നാൽ ഇവിടെ പിതാവ് തോട്ടക്കാരനായിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ നട്ടതായ ഒരു മുന്തിരിവള്ളിയാണ് കർത്താവായ യേശുക്രിസ്തു. ആ മുന്തിരിവള്ളിയോട് നമ്മെ ചേർത്ത് ഫലം കായ്ക്കത്തക്കവണ്ണം ഒരു ക്രമീകരണം ചെയ്തിരിക്കുക. എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. കർത്താവിനെ വിശ്വസിക്കുകയും യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്ത ഓരോ വ്യക്തിയും ആ കർത്താവുമായുള്ള അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആരാണോ ആ നിലയിലുള്ളതായ പ്രത്യേകതകളാണ് നമ്മിലൂടെ വെളിപ്പെട്ട് വരുന്നത്. നമുക്കറിയാം, പൂർവ്വകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ബന്ധം ആരോടായിരുന്നു? പണ്ടൊരിക്കൽ ഹൗവ ഒരു തീരുമാനം എടുത്തു. എന്താ? തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അല്പനേരത്തേന് മറന്ന് പുതിയൊരു യജമാനെ സ്വീകരിച്ചു, പിശാചിനെ. അതിനുശേഷം ഇങ്ങോട്ട് വന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്നാൽ കാലത്തിൻ്റെ തികവിൽ നമ്മെ സ്നേഹിച്ച ദൈവം നമുക്ക് വേണ്ടി ഒരു രണ്ടാം ആദാമായിട്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഇനി ആരെ കുറ്റം പറയണ്ട? ഹവ്വയെ കുറ്റം പറയണ്ട. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ നടുവിൽ വൃക്ഷം നട്ടത്, എന്തിനാണ്? ഇനി ആ ചോദ്യങ്ങളില്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ടാം മാതാവായ പാപരഹിതനായി ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ആ ബന്ധം സാധ്യമായി. ഇനിയും ഈ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച ജീവിതത്തിലൂടെ വരേണ്ടതായ സൽഫലങ്ങളെയാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് പറയുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ആരാ? തോട്ടക്കാരൻ. തോട്ടക്കാരൻ എന്ത് ചെയ്യും? അല്ലേ, തോട്ടക്കാരനാണല്ലോ ഇങ്ങനെ ട്രിം ചെയ്യുന്നത്, അല്ലേ? നീക്കിക്കളയും. പിന്നെ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. രണ്ട് പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, കായ്ഫലമില്ലാത്ത, അതായത് ഈ നമുക്കറിയാം ഓരോ ചെടികളും അതിൻ്റെ വള്ളിയിൽ നിന്ന് അതിൻ്റെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വളമെല്ലാം വലിച്ചെടുത്ത് അതിൻ്റെ സൂര്യപ്രകാശം സ്വീകരിച്ച് അതിൻ്റെ ഫോട്ടോസിന്തസിസ് എല്ലാം നടത്തി അതെന്ത് ചെയ്യണം? അതിൻ്റെ വളർച്ച പ്രകടിപ്പിക്കണം. രണ്ടാമത്, അതിന് തക്ക സമയത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് അത് ഫലത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നതിന് പകരം അവയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള ഡാമേജുകൾ വന്നിട്ട് അവയുടെ ആ ഒരു വളർച്ച കാണിക്കാത്ത പക്ഷം എന്തു ചെയ്യും? അവിടെ അത് ചെത്തിക്കളയും. കാരണം എന്താ? അതിന് രോഗം ബാധിച്ചിട്ടുണ്ടാകാം, അതിന് മറ്റെന്തെങ്കിലും കീടങ്ങൾ വന്ന് ആക്രമിച്ചിട്ടുണ്ടാകാം. ഏത് വിധേനയും ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? അതിനെ നീക്കിക്കളയുകയാണ്. നീക്കിക്കളയുന്നൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താ? ഫലം കായ്ക്കുന്ന കൊമ്പുകളെ അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തിവെടിപ്പാക്കുക. കാരണം അതിൽ ഓരോ സമയത്തും ആ കമ്പുകളെ അതിനെ നിരീക്ഷിച്ച് അതിന് വന്നുകൊണ്ടിരിക്കുന്ന കേടുപാടുകളെ തൽസമയത്ത് ഡ്രിം ചെയ്ത് കളയുക. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ, അല്ലേ, അക്ഷരാർത്ഥത്തിൽ പാപികളായിരുന്ന നമ്മെ സംബന്ധിച്ച് നമ്മിൽ നിന്ന് നല്ല ഫലമൊന്നും വരാൻ ഒരു സാധ്യതയുമില്ല. അതാണ് ലോകം മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്ക് ശാസ്ത്രം അറിയാം, ഞങ്ങൾക്ക് തത്വജ്ഞാനം അറിയാം, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ മനുഷ്യൻ ചിന്തിച്ചു കൂട്ടിയതും കണ്ടെത്തിയതും വന്നതും എല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും വലിയൊരു വെളിവും ഇല്ല. ഇപ്പം എന്താ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്തിനാ എല്ലാവരും ചോദിക്കുക, എന്തിനാ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത്, ഇവർക്ക് പരിഹാരമില്ല, ഇത്രയും കാലം കിട്ടിയ അറിവ് പോരെ ഇത് ഒഴിവാക്കാൻ? പക്ഷെ പറ്റുന്നില്ല. കാരണം ആ ഒരു വെളിവില്ല, ആ ഒരു സ്വഭാവത്തിലേക്ക് വരുന്നില്ല. എന്നാൽ ഇവിടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്കെന്താ പുതിയൊരു ജീവൻ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ മനസ്സിലാകാതിരുന്ന കുറേ സത്യങ്ങൾ നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ കർത്താവിൽ നിന്നും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുകയാണ്. ഇത് നമ്മെ കർത്താവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക്
പകരപ്പെടുകയാണ്. ദൈവത്തിൽ നിന്നും പകരപ്പെടുന്ന ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് പകരപ്പെടുന്ന സ്വഭാവങ്ങൾ. പകരപ്പെടാൻ കഴിയാത്തതും ഉണ്ട്. എന്നാൽ പകരപ്പെടുന്ന അനേക സ്വഭാവങ്ങൾ നമ്മിലേക്ക് വന്നിട്ടാണ് നമ്മളൊരു സാധാരണ മനുഷ്യനായിത്തീരുന്നത്. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏതെല്ലാം ഫീച്ചറുകൾ, പ്രത്യേകതകളോടുകൂടിയാണോ സൃഷ്ടിച്ചത്, ആ പ്രത്യേകതകൾ ഉള്ളവനായിട്ട് ഒരു നോർമൽ മനുഷ്യനായി തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ നമ്മളെ വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഞാൻ പണ്ട് പറയാറുണ്ട്, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് സംഭാഷിക്കുവാൻ കഴിയുമായിരുന്നു. മൃഗങ്ങളോടും നമ്മൾ വിളിച്ചാൽ വരിക, പോകാൻ പറഞ്ഞാൽ പോകുക. ഇങ്ങനെ മനുഷ്യന് ഈ പ്രകൃതിയുടെ മേൽ എന്തുണ്ടായിരുന്നു? ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. എല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും. പക്ഷേ പാപത്തിന് ശേഷം എന്ത് ചെയ്തു? എല്ലാം തമ്മിൽ എന്ത് ചെയ്തു? എനിമിറ്റി, ശത്രുതയായി. അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ പട്ടിയല്ല ഓടുന്നത്. എല്ലാ ജീവജാലങ്ങളും നമ്മളെ, മനുഷ്യനെ കണ്ടെന്ത് ചെയ്യുക? ഓടുക. നമ്മളൊന്നും പറഞ്ഞില്ലേലും അവ ഓടുക. പാമ്പ് വന്നാലും ഓടും, എല്ലാം ഓടും. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ സ്വഭാവത്തിനെന്തോ കുഴപ്പമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. എല്ലാ ജീവികൾക്കും ഈ മനുഷ്യർക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഓടിക്കണം. ഞാൻ വീട്ടിൽ പണ്ടൊരു പട്ടിയെ വളർത്തിയത് നല്ലൊരു പട്ടിയായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞുണ്ടായി. അതിനെ രാമ്പട്ടിയായിരുന്നു. അതിനെ കൂട്ടിലൊക്കെ ഇട്ട് സംരക്ഷിച്ചൊക്കെ വളർത്തുകയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ആമ്പട്ടിക്ക്, പട്ടിയുടെ രണ്ടാമത്തെ തലമുറയുള്ള പട്ടിക്ക് ഒരു സ്വഭാവമാറ്റം കണ്ടു. രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോഴത്തേനും ഞാൻ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴത്തേനും എൻ്റെ കയ്യേലോട്ട് കടിക്കാൻ ചാടി വരുന്നു. എന്തോ ഒരു സ്വഭാവമാറ്റം കണ്ടു. ഉടനെ തന്നെ അതിനെ കൂട്ടിക്കയറ്റി കഴിഞ്ഞ് ഡോർ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ തിരിച്ച് പെട്ടെന്ന് വന്ന് എന്നെ കടിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ സ്വഭാവം മാറി. അതിന് ചെറിയൊരു വൈഷമ്യത്തിലാണത്. ഉടനെ വളരെ സാഹസ്യമായിട്ടാണ് ഞാനതിനെ കൂട്ടിൽ വീണ്ടും കയറ്റി അതിനെ ലോക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴത്തേനും അത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരുന്നു. അതായത് അവിടെ കണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും ഒരു പട്ടി എന്ത് ചെയ്യല, ഭക്ഷണം കൊടുക്കുന്ന യജമാനെ കടിക്കത്തില്ല, ആക്രമിക്കത്തില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇതിന് വലിയൊരു സ്വഭാവമാറ്റം ഉണ്ടായി. അതിന് യജമാനെ അറിയില്ല. അതിന് ഭക്ഷണം കൊടുക്കുന്ന യജമാനെ, ആ യജമാനോട് കാണിക്കേണ്ട സ്നേഹം നഷ്ടപ്പെട്ടു, ബന്ധം നഷ്ടപ്പെട്ടു, തിരിച്ചറിവില്ല, ആകെ മാറി. വാസ്തവത്തിൽ ഇന്ന് മനുഷ്യനെ, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം എങ്ങനെയാണ് കാണുന്നത്? ഇതുപോലെയാണ്. സുബോധം നഷ്ടപ്പെട്ട ഒരു നായയെ പോലെയാണ് പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം നമ്മളെ കാണുന്നത്. ആ എനിമിറ്റി, ആ ശത്രുത വന്നു. എന്നാൽ ഇവിടെ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് വന്നവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് റിവേഴ്സ് ഓർഡറിലേക്ക്, സ്വഭാവത്തിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടായിരിക്കേണ്ട സ്വഭാവം, അതിന് പറയാറുണ്ട്, നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് നിൻ്റെ വീട്ടിലെ ജീവജാലങ്ങൾ വരെ തിരിച്ചറിയും. വീട്ടിലെ മൃഗങ്ങൾ പോലും നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയും. കാരണം നമ്മുടെ സ്വഭാവത്തിൽ അത്രമാത്രം മാറ്റങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ വരണമെന്നുള്ളതാണ് ഈ പാഠം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അതിനെ ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഇവിടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതായത് ഇവിടെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന എല്ലാ ഭാഗത്തും നമുക്കറിയാം പഴയ നിയമത്തിൽ നിന്ന് വന്ന ഒരു പദമാണ്, അല്ലേ? പഴയ നിയമത്തിൽ വിശുദ്ധിയെക്കുറിച്ച് എനിക്ക് വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം എന്തായിരിക്കും? വിശുദ്ധം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിലെ പാത്രങ്ങളോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. അതായത് ദൈവത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കത്തക്കോണം വേർതിരിക്കപ്പെട്ട അതിനെയാണ് വിശുദ്ധം എന്ന് പറയുന്നത്. ഇവിടെയും അതേ അർത്ഥമാണ് വരുന്നത്. അതായത് എൻ്റെ ഈ വചനങ്ങളെ കേട്ടപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനു വേണ്ടി തങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിനോട് അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുന്ന, കർത്താവിൽ നിന്ന് സ്വഭാവ രൂപീകരണത്തിലേക്ക്, പുതിയൊരു സ്വഭാവത്തിലേക്ക് വരപ്പെട്ടിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നവരായിട്ട് ലോകത്തിൽ നിങ്ങൾ വേർപെട്ട് കർത്താവിനോട് വലിയൊരു ബന്ധത്തിലേക്ക് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
കേവലം നമുക്ക് എന്ത് വരുന്നില്ല, നമ്മൾ കുളിച്ച് കുട്ടപ്പനായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. മറിച്ച് എന്താ, ലോകത്തോടുള്ള ബന്ധത്തിൻ്റെ അവിടുന്ന് വേർപെട്ട അവസ്ഥ, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വിട്ട് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒരു പുതിയ ബന്ധത്തിലേക്ക് വന്ന്, അത് സജീവത്വമുള്ളൊരു ബന്ധത്തിലേക്ക് വന്ന് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് നാം വരികയാണ്. പിന്നെ പറയുന്നു, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവിടെ കർത്താവുമായുള്ള നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തിൻ്റെ ഊഷ്മളത, അതിൻ്റെ പ്രത്യേകത കർത്താവ് വീണ്ടും കുറച്ചുകൂടെ മനസ്സിലാകത്തക്കോണം പറയുക, എന്നിൽ വസിക്കുക. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവുമായുള്ള ഉണ്ടായിരിക്കേണ്ട ഇൻറ്റിമസി, നമുക്കറിയാം, നമുക്കെല്ലാം പരസ്പരം എന്തുണ്ട്, ഒരു സ്നേഹവും ബന്ധമൊക്കെ, ഒരു സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ട്. ഇത് കർത്താവിൽ വസിക്കുമ്പം വീണ്ടും എന്ത് ചെയ്യും, അത് കൂടി വരും. എങ്ങനെ കൂടി വരും? കർത്താവിൽ വസിക്കുന്ന എല്ലാവരുമായുള്ള ബന്ധം മുന്തിരിവള്ളിയുടെ പ്രത്യേകത പോലെ ആ ബന്ധത്തിലേക്ക്, മുന്തിരിവള്ളിയിലൂടെ ആ മുന്തിരി രസം അതിൻ്റെ ഫലങ്ങളിലേക്ക് വരുന്ന എന്താ, നമുക്കറിയാം, മുന്തിരിയുടെ ഫലം എന്താ, വളരെ രുചികരമാണ്, വളരെ ആസ്വാദ്യകരമാണ്, അതിൽ നിന്ന് പല വിഭവങ്ങളും ഉണ്ടാക്കും. ആ നിലയിൽ അതിൻ്റെ ഫലം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് എന്ന് വരുന്നത് പോലെ തന്നെ കർത്താവിൽ വസിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ ശരിയായ രീതിയിലുള്ള ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് സകലർക്കും സന്തോഷത്തെ ഉളവാക്കുന്ന, സമാധാനത്തെ ഉളവാക്കുന്ന അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമകളാക്കി നാം മാറുകയാണ് ചെയ്യുന്നത്. അവിടെ തുടർന്ന് പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ചില കണ്ടീഷൻസ് പറയുകയാണ്. നിങ്ങൾക്ക് ഞാനുമായുള്ള സജീവ ബന്ധത്തിലൂടെ അല്ലാതെ, എന്നോടുള്ള കൂട്ടായ്മയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് വാസ്തവത്തിൽ എൻ്റെ പിതാവും തോട്ടക്കാരനുമായവൻ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളവരായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് സ്വയമായി സാധിക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം കുറിക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, എന്നിൽ വസിച്ചിട്ടില്ല നിങ്ങൾക്ക് കഴിയുകയില്ല. പിന്നെ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കായ്ക്കുമെന്ന് പറഞ്ഞ അർത്ഥം എന്നാ, തീർച്ചയായിട്ടും ഫലമുണ്ടായേ തീരുകയുള്ളൂ, ഫലമുണ്ടാകും. അത് വളരെ ഉറപ്പോടെ പറയുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു, നാം വിശ്വാസത്തോട് വീര്യവും എന്ന് തുടങ്ങി ആ സഹോദര പ്രീതിയും സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് അവസാനം അതിൻ്റെ സാധ്യത പറയുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണിത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം ഏതെല്ലാം നിലയിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്, അവനുമായുള്ള ബന്ധത്തെ നാം എങ്ങനെയാണ് സജീവമാക്കുന്നത്, അവനോടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി അതിനെ കുറച്ചുകൂടെ മനസ്സിലാകുന്ന നിലയിൽ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അതിൽ തുടർന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിൽ വസിക്കാതെ തന്നെ കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അതിന് പ്രായോഗികമായ നിർദ്ദേശം പിന്നെയും പറയുന്നുണ്ട്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുകയാണ്, കർത്താവിൽ വസിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികമായി നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുമെന്ന് പറയുകയാണ്. എന്താ? എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അപ്പോൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്, അത് ഗ്രഹിക്കുവാൻ ആവശ്യമുണ്ട്. അതാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം എന്തു ചെയ്യണം? ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശങ്ങളെ, പഠിപ്പിക്കലുകളെ ഈ ലോകത്തിൽ ലഭ്യമാകുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്കറിയാം, മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ അടങ്ങുന്ന കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, അത് കേട്ടപ്പോൾ തന്നെ അന്ന് കേൾവിക്കാരായവരെല്ലാം
വിസ്മയിച്ചു പോയി. അതിൻ്റെ അർത്ഥം എന്നാ? അതുവരെ അത് കേട്ടിട്ടില്ല. ലോകത്തിൽ നിന്ന് അങ്ങനെ കേട്ടിട്ടില്ല. ലോകത്തിൽ നിന്ന് കേട്ടതെല്ലാം തികച്ചും വ്യത്യസ്തവും വിപരീതവുമായ കാര്യമാണ്. അങ്ങനെ കർത്താവിനോട് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് വലിയ വ്യത്യസ്തമായ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള സത്യം ലോകത്തിൽ വളരെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അനേക മനുഷ്യർ, ഞങ്ങളുടെ വീട്ടിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കവലയിലൊക്കെ പ്രസംഗിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പച്ച കുത്തിയിട്ടുണ്ട്. പച്ച കുത്തിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? വലിയൊരു കടാരയുടെ പടമാണ് പച്ച കുത്തിയിരിക്കുന്നത്. അതായത് താൻ ആരോഗ്യമുള്ള ഒരു ഗുണ്ടയാണ്, ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മേത്ത് കത്തിയുടെ പടം വരച്ച് നടത്താൽ ഒരു കത്തി കയ്യിലുണ്ടെങ്കിൽ എന്തും സാധിക്കും, ആരെയും നേരിടാം, എന്തിനേയും നേരിടാം എന്നാണ് താൻ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വിശ്വസിച്ചതുപോലെ തന്നെ കത്തിയുമായി നടന്ന് എന്ത് സംഭവിച്ചു? ആരെയോ കുത്തി കൊന്നു. അദ്ദേഹം എവിടെ പോയി? ജയിലിൽ പോയി. ജയിലിൽ കിടന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷം കേട്ടു, താൻ രക്ഷിക്കപ്പെട്ടു. തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കൊണ്ട് തനിക്ക് ആ ജയിലിൽ നിന്ന് താമസം വിന അധികം വർഷം കഴിയാതെ മോചിതനായ ശേഷം ഈ സ്നേഹമുള്ള കർത്താവിൻ്റെ പാഠങ്ങളെ താൻ പഠിച്ചു. താൻ അതിനുശേഷം ഈ സാക്ഷ്യം ഇന്ത്യയിലെ അനേക പട്ടണങ്ങളിൽ പോയി സാക്ഷ്യം പറയണം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി തീർന്നു. കത്തി കളഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്നേഹിക്കാനായിട്ട് പഠിച്ചു. എത്രയോ മനുഷ്യരാണ് ഇന്ന് ഈ ഭൂമുഖത്ത് കർത്താവിനെ അറിഞ്ഞ ശേഷം അവരുടെ ജീവിതം വലിയ രൂപാന്തരങ്ങളിലേക്ക് വന്നത്. അവരിൽ നിന്നെല്ലാം എന്തുമാത്രം ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. ലോകം ഇന്നും അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് നമ്മെ ദൈവം വിളിച്ചത് വളരെ ശരിയായ ഒരു ഉദ്ദേശത്തോടുകൂടി, വ്യക്തമായ ഉദ്ദേശം നമ്മെ കൊണ്ടുണ്ട്. കേവലം ഒരു മതസമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു മതസമൂഹത്തിൻ്റെ അതേ സ്വഭാവത്തിൽ കുറേ ആളുകളെ കൂട്ടുന്നതല്ല എന്ത് സുവിശേഷ പ്രവർത്തനവും ഈ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള പദ്ധതിയും. എന്നാൽ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജ്യോതിസികളെ പോലെ പ്രകാശിക്കുവാൻ, വെളിച്ചം പകരുവാൻ, ഫലമുള്ളവരായി തീരുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ആ ഉദ്ദേശം ഈ തോട്ടക്കാരനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, തോട്ടക്കാരൻ ചെയ്യുന്ന കാര്യം എന്താ? ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെ വെട്ടിക്കളയും. അതുകൊണ്ട് നമുക്ക് രണ്ടിനും ഇടയിൽ നിൽക്കാൻ കഴിയില്ല. കണ്ടാൽ എവിടുത്തെ വള്ളിയാ? നമുക്കറിയാം, ഈ മുന്തിരിയൊക്കെ വള്ളി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചില വള്ളിയും കൂടെ കയറി വരും, ഇല്ലേ? കൂടെ ഒരുപോലെ ഇരിക്കും. കണ്ടാൽ വലിയ വ്യത്യാസമൊന്നും അല്ല. ഇലയൊക്കെ കണ്ടാൽ ചെറിയ ചെറിയ വ്യത്യാസം സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ആ കാട്ടുവള്ളികൾ അതിനകത്ത് കയറി മേയും അങ്ങല്ലേ, ഈ വള്ളികളെ അങ്ങ് മുഴുവനായിട്ടങ്ങ് നശിപ്പിച്ച് കളയും. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട തോട്ടക്കാരനെടുക്കും, അതതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ, അതിൻ്റെ കമ്പൊന്നുമല്ല കളയുന്നേ, അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ വെട്ടിക്കളയും. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ദൈവമക്കളായി ജീവിക്കുന്ന സമയത്ത് അനേക കാട്ടുവള്ളികൾ എന്തു ചെയ്യും? നമ്മെ ഇങ്ങനെ കയറി മേയാനായിട്ട് വരും, നമ്മെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്. അതിൻ്റെ ഫലം കായ്ക്കാതിരിക്കാൻ, ഫലത്തെ മറച്ചു കളയുവാൻ വേണ്ടി കാട്ടുവള്ളികൾ കയറി വരും. എന്നാൽ അവിടെ തോട്ടക്കാരൻ അത് വെട്ടി മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ഫലമുള്ളതാക്കി തീർക്കത്തക്കവണ്ണം വളരെ വിശ്വസ്തതയുള്ളവനാണ് ഈ തോട്ടക്കാരൻ. അതുകൊണ്ട് തന്നെ കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ച ഓരോ ദൈവ പൈതങ്ങളെ സംബന്ധിച്ചും നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടൊരു തോട്ടക്കാരൻ്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളാണ്. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. ആ മുന്തിരിവള്ളിയുടെ ഭാഗമാണെന്നുള്ള നിലയിൽ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കർത്താവുമായുള്ള സജീവ ബന്ധം നമുക്കറിയാവുന്ന അനേക വിശ്വസിച്ചവരുടെ കൂട്ടം തന്നെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? പലപ്പോഴും അത് ഭിന്നിച്ച് ശോഷിച്ച് ഒക്കെ പോകുന്നത് കാണാം. ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്, കാര്യകാരണങ്ങളുണ്ട്. അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 14 ലേഖനങ്ങൾ തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ കർത്താവിനെ സ്വീകരിച്ച ഓരോ ദൈവവൈദങ്ങളും ഓരോ പ്രാദേശിക സഭകളും എങ്ങനെ മാത്രമേ ഈ ലോകത്തിൽ ഫലമുള്ളവരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിനെയാണ് അവിടെ കാണിക്കുന്നത്. ഒടുവിലേക്ക് വരുമ്പം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പം എന്നാ പറയുന്നത്?
വീണിരിക്കുന്നു അറിഞ്ഞെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം എന്ന് എപ്പോഴാണ് പറഞ്ഞത്? കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. സഭാരൂപീകരണമൊക്കെ ആരംഭിച്ച് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യതിചലനങ്ങളും ചില എന്താ പറയുന്നത്, ചില നഷ്ടപ്പെടലുകളും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഓരോ സ്ഥലം സഭയും ഒന്നിച്ചല്ല കേട്ടോ, ഓരോ സ്ഥലം സഭയും വേറിട്ട് തന്നെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നാം കൂടി വരുന്ന നമ്മുടെ പ്രാദേശിക സഭയെ സംബന്ധിച്ച് വലിയവനായ ദൈവം ഒരു തോട്ടക്കാരനെ പോലെ നോക്കിയിട്ട് ഈ സഭയിലെ ഓരോ അംഗത്തെയും, നമുക്കറിയാം ശിഷ്യന്മാർ പറയുന്ന പല വാക്കുകളുണ്ട് കർത്താവിനെക്കുറിച്ച്. ഞാനൊരു വാക്കുകൾ വായിക്കാവേ. അതിൻ്റെ 16-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ, 16-ന്റെ 29-30 വാക്യം. അതിന് അവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. അതുവരെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, ഉപമകളൊക്കെ പറഞ്ഞു. കുറേ കൂടെ കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ ഇനിയും, അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് ഇവിടെ ശിഷ്യന്മാരുടെ പ്രതികരണമാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് അവിടെ 30-ാം വാക്യത്തിൽ പറയുകയാണ്, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിക്കുവാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. പിന്നെ ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഇത് ശിഷ്യന്മാരുടെ ഒരു വലിയൊരു തിരിച്ചറിവാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നവരാണേ, ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനെ ഇങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേണ്ട കേട്ടോ. കർത്താവിനെ ഓരോ നിമിഷവും പുതുതായി, ഇന്നലെ വരെ ഞാൻ ആദ്യം കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ, ഇയ്യോബ് പറഞ്ഞ വാക്യം എന്താ? ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പം ഞാൻ ശരിക്കും മനസ്സിലായി നീ ആരാണ്, നിനക്ക് സകലവും സാധിക്കും. അതുകൊണ്ട് നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ നാം നോക്കിയിട്ട് ഒരു തരം നിസ്സഹായരായിട്ട്, പ്രയോജനപ്പെടാൻ കഴിയാത്തവരായിട്ട് മാത്രമേ നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ, ഏറ്റവും ഉത്തരവാദിത്തോടെ, അനുസരണത്തോടെ, വിശ്വസ്തയോടെ പ്രവർത്തിച്ച ഒരു ഭൃത്യനെക്കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ പറയുകയാണ്, എല്ലാം ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് എന്തോ പറയണമെന്നാ, ഞാൻ അപ്രയോജന ഭൃത്യൻ എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ പ്രത്യേകിച്ച് നന്മയൊന്നും വിശേഷമൊന്നുമില്ല. പക്ഷേ ഈ കർത്താവിനോട് ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സാധ്യതയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു ശുഭകരമായ പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവുമായി ബന്ധപ്പെട്ടു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്, ഒരു സാധ്യതയാണ് എന്ന് നാം ഓർക്കുകയും ഇവിടെ ശിഷ്യന്മാർ പറയുകയാണ്, എന്താ? നീ സകലവും അറിയുന്നു. അതായത് എന്നെക്കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് കർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, ഇങ്ങനെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് അല്ല എന്നെ നിങ്ങൾക്ക് രണ്ടും പറയൂല്ലേ, അറിയാമല്ലോ എന്ന് വിശ്വസ്തതയ്ക്ക് വേണ്ടി പറയും, പിന്നെ എന്നെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്നും പറയും. രണ്ട് നിലയിലാണ് അത് പറയുന്നത്, രണ്ട് ഉദ്ദേശമായതിന്. എന്നാൽ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്നലകളെ അറിയാം, ഇന്നുകളെ അറിയാം, നാളെകളെ അറിയാം. എവിടെ ചെത്തണമെന്ന് ഈ തോട്ടക്കാരന് അറിയാം. അതുകൊണ്ട് തന്നെ നാം ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമാണ്, നമുക്ക് മറയ്ക്കുവാൻ കഴിയില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കാണുമ്പോൾ അവൻ പച്ചയായിട്ട് ഉള്ളതുപോലെ മനസ്സിലാക്കുകയാണ്. നാം ആരാധനയ്ക്ക് വന്നാൽ, അവനെ സ്തുതിക്കാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണമൊക്കെയും അവൻ അറിയുന്നു. അതുകൊണ്ട് ഭയപ്പെടണ്ട. എന്താണ്? ആ സ്നേഹമുള്ള പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകി. ഗലാത്യയിൽ റോമാലയെന്ന് വായിക്കുന്നുണ്ടല്ലോ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ
നാം പാപികളായിരിക്കുമ്പോൾ, പിന്നെ നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നാം മക്കളായ ശേഷം അവൻ്റെ സ്നേഹം എത്രയധികം. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടാനില്ല. ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിൽ നാം ആയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു ശിശുത്വത്തിലേക്ക്, സ്നേഹത്തിൻ്റെ വിളിയാണ് നാം കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിച്ചാശ്രയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ പരിചയപ്പെടുത്തി? ദൈവമേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവത്തെ വലിയൊരു കുടുംബ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് വലിയൊരു സാധ്യത, നമ്മുടെ കുടുംബ പേരങ്ങ് മാറി, അല്ലേ? നമ്മുടെ വീട്ടുപേരങ്ങ് മാറ്റി. നമുക്കൊരു പുതിയ പിതാവിനെ ലഭിച്ചിരിക്കുക. ഇന്നലെ വരെ എവിടെയൊക്കെയോ ആയിരുന്നു, ഏതൊക്കെയോ ബന്ധത്തിലായിരുന്നു. എന്നാൽ നാം എല്ലാവരും ഇപ്പം എന്താ? ഒറ്റ വീട്ടുപേരാ ഇപ്പം നമുക്കുള്ളത്. ആണോ? ഒറ്റ വീട്ടുപേരാ. ആ ഒരു വലിയ ആത്മീയ ബന്ധം നമുക്കുണ്ടാകുമ്പോൾ നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവിക ശക്തി ഒന്നാണ്. നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന വചനം ഒന്നാണ്. ഒരേ ആത്മാവിനാൽ നമ്മെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് സ്ഥലം സഭയെ സംബന്ധിച്ച് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ കഴിയുന്ന നിലയിലാണ് ദൈവം ഈ കാര്യങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്താൽ രൂപീകരിച്ചിരിക്കുന്ന, ദൈവം ആരംഭിക്കുന്ന, ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അത് ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതാണ് ശിഷ്യന്മാർ പറഞ്ഞു, നിന്നോട് ചോദിക്കുവാൻ ആവശ്യമില്ല, നീ സകലവും അറിയുന്നു. ഇങ്ങനെയുള്ള ഒരു കർത്താവുമായുള്ള നമ്മുടെ സജീവ ബന്ധം നമ്മിൽ നിന്ന് എന്തുമാത്രം ഫലകരമായ സാധ്യതകളാണ് വരേണ്ടത്. ഈ ലോകം നമ്മെ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ കൃപകൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ ഫലം ലോകം ഇനിയും നമ്മിൽ നിന്ന് കാണേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവം അത് സാധ്യമാക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്താ? എന്നിൽ വസിപ്പിൻ. കർത്താവിൽ വസിക്കണം. എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കാം, നിങ്ങൾ ഏറെ ഫലമുള്ളവരായിത്തീരും. അതുകൊണ്ട് ഇതൊരു വെളിപ്പെട്ടു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൽ അത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഫലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തോട്, നാം പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകാൻ ഇടവരുന്നു. ആ നിലയിൽ നാം സകല ഉത്സാഹവും കഴിച്ച് നമ്മുടെ വിശ്വാസത്തെ, അതിനെ കൂടുതൽ സജീവമാക്കുവാൻ, പ്രയോജനഭവിക്കുവാൻ ആത്മീയമായ കൂട്ടായ്മ നമ്മൾ തമ്മിലും കർത്താവിനോടും ഉണ്ടായിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. പ്രിയമുള്ളവരെ, വലിയൊരു സാധ്യത നമ്മിൽ ദൈവം വെച്ചിരിക്കുകയാണ്. നമ്മിൽ നിറച്ചിരിക്കുന്നതായ ദൈവികമായ ജീവൻ എന്ന് പറയുന്നത് അത് ലോകത്തിന് മുഴുവൻ പ്രയോജനീഭവിക്കുന്ന നിലയിൽ, നമ്മുടെ ദേശത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുവാൻ കഴിയുന്ന നിലയിൽ, ലോകം ഇന്നും അന്ധകാരത്തിലാണ്. വലിയ അത്യാധുനികമായ നിലയിലുള്ള ആ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? മനുഷ്യനെ കൊല്ലാൻ, അല്ലേ? ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതേ സമയത്ത് തന്നെ മനുഷ്യനെ കൊല്ലുവാനും ഉണ്ട്. ദൈവം രണ്ടും ഇവിടെ നിർവഹിക്കുവാനായിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമം ഏറ്റിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നാം തികച്ചും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് വളരെ ഫലത്തെ പുറപ്പെടുവിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ ചെയ്യും. പക്ഷെ അവനോടുള്ള അനുസരണം, അവനിൽ വസിക്കുക, ആ മന്ത്രിയുള്ളിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ആയിരിക്കുന്നതെന്നുള്ളതായ വ്യക്തമായ ബോധ്യം നമ്മെ സദാ ഭരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അത് തന്നെ ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രത്യാശിക്കാം, കാക്കാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കും.